നമസ്കാരം. ഇന്ന് നമ്മൾ സെമി മോഡൽ ആക്സിലറി വെർബുകളിൽപ്പെട്ട ഡെയർ, നീഡ് എന്നീ രണ്ട് വാക്കുകളുടെ വിവിധ ഉപയോഗ രീതികളെപ്പറ്റി വളരെ വിശദമായി പഠിക്കുകയാണ്. സെമി മോഡൽ ആക്സിലറി വെർബ്സ്. സെമി മോഡൽ ആക്സിലറി വെർബ്സ് ആർ കോൾഡ് സെമി because they have some characteristics of modal verbs and some characteristics of main verbs. സെമി മോഡൽ ആക്സിലറി വെർബുകളെ സെമി എന്ന വാക്കുകൊണ്ട് വിളിക്കുവാനുള്ള കാരണം അവയ്ക്ക് മോഡൽ വെർബുകളുടെ ചില സവിശേഷതകളും മെയിൻ വെർബുകളുടെ ചില സവിശേഷതകളും ഉള്ളതുകൊണ്ടാണ്. അതായത് ഇവ ഭാഗികമായി മോഡൽ ആക്സിലറി വെർബും അതുപോലെ തന്നെ ഭാഗികമായി മെയിൻ വെർബുകളുമാണ്. ഈ രണ്ട് പർപ്പസിനും ഇവയെ ഉപയോഗിക്കാവുന്നതാണ്. സെമി എന്ന വാക്കിനർത്ഥം ഭാഗികമായി അല്ലെങ്കിൽ പകുതി എന്നാണ്. നമുക്കാദ്യം ഡെയർ ആൻഡ് നീഡ് എന്നീ സെമി മോഡൽ ആക്സിലറി വെർബുകളെ പറ്റി പഠിക്കാം. ആദ്യം ഡെയർ എന്ന വാക്കിനെ എടുത്ത് പഠിക്കാം. ഇറ്റ് എക്സ്പ്രസ്സസ് ചാലഞ്ച് ഓർ കറേജ്. ഡെയർ എന്ന വാക്ക് ഇറ്റ് എക്സ്പ്രസ്സസ് അത് പ്രകടിപ്പിക്കുന്നു ചാലഞ്ച് വെല്ലുവിളി ഓർ കറേജ് അല്ലെങ്കിൽ ധൈര്യത്തെ. അതായത് ഒരു വെല്ലുവിളിയെയോ ധൈര്യത്തെയോ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഡെയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഷീ ഡസൻറ്റ് ഡെയർ ടു കം ഹിയർ. ഷീ ഡസൻറ്റ് ഡെയർ അവൾ ധൈര്യപ്പെടുകയില്ല അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല ടു കം ഹിയർ ഇവിടേക്ക് വരുവാൻ അവൾ ധൈര്യപ്പെടുകയില്ല അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല. ഇവിടെ ഡെയർ എന്ന വാക്ക് ഈസ് എ മെയിൻ വെർബ്, ഒരു പ്രധാന വെർബാണ്. അതായത് ആക്സിലറി വെർബല്ല, അതൊരു മെയിൻ വെർബാണ്. കാരണം ഇവിടെ ഡെയർ എന്ന വാക്കിൻ്റെ മുമ്പ് ഡസിൻറ്റ് എന്ന ആക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ഡസ് അധികം നോട്ടാണ് ഡസിൻറ്റ്. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ പ്രധാന വെർബായിട്ട് ഡെയർ ഉപയോഗിച്ചിരിക്കുന്നത്, ധൈര്യപ്പെടുക എന്ന അർത്ഥത്തിൽ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദേ ഡെയർ നോട്ട് ചാലഞ്ച് ഹെർ ഫാദർ. ദേ ഡെയർ നോട്ട് ചാലഞ്ച് അവർ വെല്ലുവിളിക്കുവാൻ ധൈര്യപ്പെടുകയില്ല അല്ലെങ്കിൽ വെല്ലുവിളിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല ഹെർ ഫാദർ അവളുടെ പിതാവിനോട് വെല്ലുവിളിക്കുവാൻ അവർ ധൈര്യപ്പെടുകയില്ല അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല. ഈ സെൻറ്റൻസിൽ ഡെയർ എന്ന വാക്ക് ആക്സിലറി വെർബാണ്. കാരണം ഇവിടെ വെല്ലുവിളിക്കുക എന്ന ചാലഞ്ച് എന്ന വാക്കാണ് മെയിൻ വെർബ്. അപ്പോൾ ആ വാക്കിനെ സഹായിക്കുന്ന വെർബായിട്ടാണ്, അതായത് ആക്സിലറി വെർബായിട്ടാണ് ഡെയർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ ഡെയർ എന്നത് ആക്സിലറി വെർബും ചാലഞ്ച് എന്നത് മെയിൻ വെർബുമാണ്. നമുക്കിനി നീഡ് എന്ന വാക്കിനെ പറ്റി പഠിക്കാം. ഇറ്റ് എക്സ്പ്രസ്സസ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ. ഇറ്റ് എക്സ്പ്രസ്സസ് അത് പ്രകടിപ്പിക്കുന്നു നെസസിറ്റി ആവശ്യം അല്ലെങ്കിൽ ആവശ്യകത ഓർ ഒബ്ലിഗേഷൻ കടപ്പാടിനെയോ അല്ലെങ്കിൽ ആവശ്യത്തെയോ സൂചിപ്പിക്കുവാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നീഡ്. മൈ മദർ നീഡ്സ് ദിസ് മണി. എൻ്റെ അമ്മയ്ക്ക് ഈ പണം ആവശ്യമുണ്ട്. ഹിയർ നീഡ്സ് ഈസ് ദ മെയിൻ വെർബ്. ഇവിടെ നീഡ്സ് അത് തേർഡ് പേഴ്സൺ സിംഗുലറായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നീഡ് എന്ന വാക്കിന് തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് നീഡ്സ് എന്ന എസ് അവസാനം വന്നത്. അപ്പോൾ അത് മെയിൻ വെർബിന് ഉദാഹരണമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദേ നീഡ് നോട്ട് കം ദിസ് ഈവനിങ്. അവർക്ക് ഇന്ന് വൈകുന്നേരം വരേണ്ടതില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് വൈകുന്നേരം വരേണ്ട ആവശ്യം ഇല്ല. ഹിയർ നീഡ് ഈസ് ആക്സിലറി വെർബ്. ഇവിടെ നീഡ് എന്ന വാക്ക് സഹായക ക്രിയയാണ് അല്ലെങ്കിൽ ആക്സിലറി വെർബാണ്. കാരണം അതിനുശേഷം കം വരുക എന്ന പ്രധാന വെർബ് അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് കം ഈസ് ദ മെയിൻ വെർബ്. കം എന്നത് മെയിൻ വെർബുമാണ്. അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നിട്ടുള്ള നീഡ് എന്നത് മെയിൻ വെർബാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ തന്നിരിക്കുന്ന നീഡ് ആക്സിലറി വെർബാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ മെയിൻ വെർബ് എന്ന് പറയുന്നത് കം എന്ന വാക്കാണ്. ഇനി നോക്കൂ. ജനറൽ റൂൾസ് ഫോർ യൂസിങ് ഡെയർ ആൻഡ് നീഡ്. ഡെയർ, നീഡ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത്. 1. In sentences with positive sense, dare or need generally functions as main verb rather than a modal verb. അതായത്
ഇൻ സെൻറ്റൻസസ് വിത്ത് പോസിറ്റീവ് സെൻസ്, പോസിറ്റീവ് അർത്ഥമുള്ള അഫിർമേറ്റീവ് സെൻറ്റൻസ് പോലുള്ള അർത്ഥമുള്ള വാചകങ്ങളിൽ ഡെയറും നീഡും ഉപയോഗിക്കുമ്പോൾ അത് ജനറലി ഫങ്ഷൻസ്, അത് സാധാരണയായിട്ട് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത് ആസ് മെയിൻ വെർബ്, ഒരു പ്രധാന വെർബായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, റേദർ ദാൻ എ മോഡൽ വെർബ്, ഒരു മോഡൽ വെർബിനേക്കാൾ ഉപരി സാധാരണഗതിയിൽ ഡെയർ അല്ലെങ്കിൽ നീഡ് എന്ന വാക്ക് ഒരു പോസിറ്റീവ് സെൻസിലുള്ള ഒരു സെൻസിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഒരു മോഡൽ വെർബിനേക്കാളും ഒരു മെയിൻ വെർബ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ആൻഡ് ടു പ്ലസ് V1 കം ആഫ്റ്റർ ദം, കൂടാതെ ഡെയർ അല്ലെങ്കിൽ നീഡിന് ശേഷം ടു എന്ന വാക്ക് വരികയും അതിനോട് ചേർന്ന് വെർബിൻ്റെ ഒന്നാം ഫോം, അതായത് റൂട്ട് വെർബ്, സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസൻറ്റ് ടെൻസിലുള്ള റൂട്ട് ഫോമിലുള്ള വെർബ്, അതായത് ഇരിക്കുക, സിറ്റ്, ഓടുക, റൺ, ചാടുക, ജമ്പ്, ഇതുപോലുള്ള റൂട്ട് ഫോമിലുള്ള വെർബുമായിരിക്കും ട്യൂവിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, they need to go, അവർക്ക് പോകേണ്ടിയിരിക്കുന്നു, പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. they need to go, അവർക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ നിയമം എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് സെൻസാണ്, പോസിറ്റീവ് അർത്ഥമാണ് അതിന് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നീഡ് എന്ന വാക്കിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, അതിനുശേഷം ടു എന്ന വാക്ക് വരികയും അതിനുശേഷം V1 ക്രിയയുടെ ഒന്നാമത്തെ രൂപം അതിനോട് ചേർന്ന് വരികയും ചെയ്യും. അപ്പം നീഡ് എന്ന വാക്കിന് ശേഷം ടു വന്നു, അതിനുശേഷം ഗോ എന്ന റൂട്ട് ഫോം ഉപയോഗിക്കുകയും ചെയ്തു. they need to go, അവർക്ക് പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ പോകേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിനർത്ഥം എടുക്കാം. അതേസമയം അവിടെ ടു ഇല്ലാതെ, ടു എന്ന് പറയുന്ന വാക്ക് ഇല്ലാതെ they need go, അവർക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ സെൻറ്റൻസ് ടു എന്ന ഇൻഫിനിറ്റീവ് ഇല്ലാതെ ഉപയോഗിക്കുകയില്ല. അപ്പോൾ ടു ഗോ എന്ന് വേണം ഉപയോഗിക്കുവാൻ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ നിയമം എന്താണ് പറയുന്നത്? ഇൻ സെൻറ്റൻസസ് വിത്ത് നെഗറ്റീവ് സെൻസ് ഡെയർ നോട്ട് ഓർ നീഡ് നോട്ട് ആർ ഫോളോഡ് ബൈ എ V1 വെർബ് വിത്തൗട്ട് ടു ഓർ ബെയർ ഇൻഫിനിറ്റീവ്. അതായത് നെഗറ്റീവ് സെൻസുള്ള, നെഗറ്റീവ് അർത്ഥമുള്ള സെൻറ്റൻസുകളിൽ ഡെയർ നോട്ട് അല്ലെങ്കിൽ നീഡ് നോട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്ന വെർബ് ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. അതായത് ടു ഇല്ലാത്ത രൂപത്തിലുള്ള V1 വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, they need not sing today, they need not to sing today എന്ന് പറയരുത്, നോട്ടിന് ശേഷം ടു എന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ടു ഇല്ലാത്ത ബെയർ ഇൻഫിനിറ്റീവ് വേർഡ് വേണം അവിടെ ഉപയോഗിക്കുവാൻ. they need not sing today, അവർക്ക് ഇന്ന് പാടേണ്ട ആവശ്യം ഇല്ല. you dare not go there again, നിങ്ങൾക്ക് അവിടെ വീണ്ടും പോകുവാൻ ധൈര്യപ്പെടുകയില്ല. you dare not go there again, നിങ്ങൾ അവിടെ വീണ്ടും പോകുവാൻ ധൈര്യപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ഡെയർ നോട്ട് അതിന് ശേഷം ടു ഗോ എന്ന ടു അവിടെ ആവശ്യമില്ല. അതായത് അവിടെ ബെയർ ഇൻഫിനിറ്റീവ് ടു എന്ന വാക്ക് കൂട്ടിച്ചേർക്കാത്ത റൂട്ട് ഫോമിലുള്ള V1 വെർബ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മൂന്നാമത്തെ നിയമം പറയുന്നത് ഡെയർ ഓർ നീഡ് ആസ് മോഡൽ ആക്സിലറി ഇറ്റ് ഡസൻറ്റ് ടേക്ക് എസ് ഇൻ ദ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ടെൻസ്. ഡെയർ അല്ലെങ്കിൽ നീഡ് ഒരു മോഡൽ ആക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡെയർ അല്ലെങ്കിൽ നീഡിന് ശേഷം എസ് കൂട്ടിച്ചേർത്ത് അതിനെ തേർഡ് പേഴ്സൺ സിംഗുലർ രൂപത്തിൽ ആക്കേണ്ടതില്ല. കാരണം അതൊരു ആക്സിലറി വെർബ്, മോഡൽ ആക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ എസ് കൂട്ടിച്ചേർക്കരുത്. എന്നാൽ ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനോടുകൂടെ എസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ED ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ്, ഈ പറയുന്ന നിയമം അതായത് ഡെയർ ഓർ നീഡ് ആസ് മോഡൽ ആക്സിലറി ഇറ്റ് ഡസൻറ്റ് ടേക്ക് എസ് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഇൻ്ററോഗേറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ്. സാധാരണഗതിയിൽ ചോദ്യവാചകങ്ങളിലും നിഷേധക വാചകങ്ങളിലുമാണ് ഈ പറയുന്ന നിയമം ബാധകം. അപൂർവമായിട്ട് അല്ലാത്ത വാചകങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ഡെയർ ഹി ടു ചാലഞ്ച് ഹിസ് ഇനമി,
ഡെയർ ഹി ടു ചാലഞ്ച് ഹിസ് എനിമി, അവൻ്റെ ശത്രുവിനെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുമോ? ഡെയർ ഹി ടു ചാലഞ്ച്, അവൻ വെല്ലുവിളിക്കുവാൻ ധൈര്യപ്പെടുമോ? ഹിസ് എനിമി, അവൻ്റെ ശത്രുവിനെ എന്ന് വെച്ചാൽ അവൻ്റെ ശത്രുവിനെ വെല്ലുവിളിക്കുവാൻ അവൻ ധൈര്യപ്പെടുമോ? ഇവിടെ ഡെയർ എന്ന വാക്ക് ആക്സിലറി വെർബായിട്ടാണ്, അതായത് മോഡൽ ആക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ചാലഞ്ച് എന്ന വാക്കാണ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡെയേഴ്സ് ഹി എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കരുത്. ഡെയർ ഹി, കാരണം ഹി തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിലും സാധാരണഗതിയിൽ അതിനോട് ചേർന്ന് ഒരു വെർബ് വരുമ്പോൾ അത് എസ് ചേർത്തുള്ള രൂപം വരും. പക്ഷേ ഇവിടെ ഡെയർ എന്നത് മെയിൻ വെർബായിട്ടല്ല ആക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എസ് ചേർത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ രൂപം അതിന് നൽകരുത് എന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. അതുകൊണ്ട് ഇവിടെ ഡെയർ ഹി ടു ചാലഞ്ച് ഹിസ് ഇനമി എന്ന് വേണം പറയുവാൻ, അല്ലാതെ ഡെയേഴ്സ് ഹി ടു ചാലഞ്ച് ഹിസ് എനിമി എന്ന് പറയരുത്. അതുപോലെ ഷീ നീഡ് നോട്ട് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഇവിടെ ഷീ നീഡ് നോട്ട് ടു അപ്ലൈ, അവൾക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഫോർ ദ പോസ്റ്റ്, ആ തസ്തികയ്ക്ക് വേണ്ടി. ഇവിടെ ഷീ നീഡ്സ് എന്നല്ല പറയേണ്ടത്. കാരണം ഇവിടെ നീഡ് എന്നത് ആക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ മെയിൻ വെർബ് അപേക്ഷിക്കുക എന്നർത്ഥമുള്ള അപ്ലൈ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു മോഡൽ ആക്സിലറി വെർബായിട്ട് നീഡ് ഉപയോഗിക്കുമ്പോൾ അതിന് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ നിയമം ബാധകമല്ല. അതുകൊണ്ട് ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിലും അതിനുശേഷം വരുന്ന നീഡ് നീഡ്സ് എന്ന് ആക്കരുത്. പകരം നീഡ് എന്ന അതിൻ്റെ ബേസ് രൂപത്തിലേ ഉപയോഗിക്കാവൂ എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇവിടെ നീഡ് എന്നത് ആക്സിലറി വെർബാണ്. അപ്ലൈ എന്ന വാക്കാണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഇനി ഡെയർ, നീഡ് എന്നീ വാക്കുകൾ ഡൂവിൻ്റെ കൂടെയും ഡു ഇല്ലാതെയും എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് പഠിക്കുന്നത്. ആദ്യം ഡെയർ വിത്ത് ഡു. ഡു എന്ന വാക്കിൻ്റെ കൂടെ ഡെയർ എന്ന വാക്ക് എങ്ങനെ ഉപയോഗിക്കും? വെൻ യൂസ്ഡ് വിത്ത് ഡു, ഡെയർ ടേക്സ് ആൻ ഇൻഫിനിറ്റീവ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ടു ആഫ്റ്റർ ഇറ്റ്. അതായത് വെൻ യൂസ്ഡ് വിത്ത് ഡു, ഡു എന്ന വാക്കിനോടൊപ്പം, ഡു അല്ലെങ്കിൽ ഡു അടങ്ങിയ വാക്കിനോടൊപ്പം ഡെയർ ഉപയോഗിക്കുമ്പോൾ ഡെയറിന് ശേഷം ഒരു ഇൻഫിനിറ്റീവ് വരും. അത് വിത്ത് ഓർ വിത്തൗട്ട് ടു. അത് ഒന്നുകിൽ ഇൻഫിനിറ്റീവ് ആവാം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആവാം. ടു ചേർത്തും പറയാം ക്രിയ, അല്ലെങ്കിൽ ടു ചേർക്കാതെയും പറയാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഡെയറിന് ശേഷം ടു ഉള്ള വെർബും ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ബെയർ ഇൻഫിനിറ്റീവും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം, ഹീ ഡസിൻറ്റ് ഡെയർ ടോക്ക് ടു മീ. ഹീ ഡസിൻറ്റ് ഡെയർ, അവൻ ധൈര്യപ്പെടുന്നില്ല, ടോക്ക് ടു മീ എന്നോട് സംസാരിക്കുവാൻ. ഇവിടെ ടോക്ക് സംസാരിക്കുക എന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അതായത് ഹീ ഡസിൻറ്റ് ഡെയർ ടു ടോക്ക് മീ എന്ന് വന്നില്ല. പകരം ടു ഒഴിവാക്കിയാണ് അവിടെ ടോക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെർബ് ടോക്ക് സംസാരിക്കുക എന്നതാണ്. പക്ഷേ അത് ബെയർ ഇൻഫിനിറ്റീവാണ്. അതായത് ടു എന്ന വാക്ക് ചേർക്കാത്ത രൂപമാണ്. അതുകൊണ്ട് അതിനെ ബെയർ ഇൻഫിനിറ്റീവായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. വാട്ട് വിൽ ദേ ഡു ഇഫ് ഷീ ഡസ് ഡെയർ ടു ടോക്ക് എബൌട്ട് ദ സീക്രട്ട്. വാട്ട് വിൽ ദേ ഡു, അവർ എന്ത് ചെയ്യും? ഇഫ് ഷീ ഡസ് ഡെയർ, അവൾ ധൈര്യപ്പെടുകയാണെങ്കിൽ, ടു ടോക്ക് സംസാരിക്കുവാൻ, എബൌട്ട് ദി സീക്രട്ട്, ആ രഹസ്യത്തെപ്പറ്റി. ആ രഹസ്യത്തെപ്പറ്റി അവൾ സംസാരിക്കുവാൻ ധൈര്യപ്പെടുകയാണ് എങ്കിൽ അവർ എന്തു ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡെയർ ടു ടോക്ക്. ആദ്യത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ ഡെയർ ടോക്കാണ്. ഇവിടെ ഡെയർ കഴിഞ്ഞ് ടു എന്ന ഇൻഫിനിറ്റീവ് വന്നിട്ടുണ്ട്. ഡെയർ ടു ടോക്ക്, സംസാരിക്കുവാൻ ധൈര്യപ്പെടുക. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണെങ്കിലും ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ ടു ഒഴിവാക്കിക്കൊണ്ടുള്ള ടോക്കാണ്, രണ്ടാമത്തേതിൽ ടു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോക്കാണ്. അപ്പോൾ ആദ്യത്തേത് ബെയർ ഇൻഫിനിറ്റീവാണ്, രണ്ടാമത്തേത് ഇൻഫിനിറ്റീവാണ്. അതായത് ഒന്നുകിൽ ബെയർ ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. എപ്പോൾ? ഡെയർ എന്ന വാക്ക് ഡു എന്ന അർത്ഥം വരുന്ന വാക്കുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്ക് ഡെയർ വിത്തൗട്ട് ഡു.
ഡു എന്ന വാക്ക് ഇല്ലാത്ത സെൻറ്റൻസുകളിൽ ഡെയർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. വെൻ യൂസ്ഡ് വിത്തൗട്ട് ഡു, ഡൂവിൻ്റെ കൂടെ അല്ലാതെ അത് ഉപയോഗിക്കുമ്പോൾ, ഡെയർ ഉപയോഗിക്കുമ്പോൾ, ഡെയർ ഈസ് ഫോളോഡ് ബൈ എ ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ടു ഇല്ലാത്ത ഒരു ഇൻഫിനിറ്റീവ് ആയിരിക്കും ഡെയറിന് ശേഷം ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, ഷീ ഡെയർ നോട്ട് കട്ട് ദ ട്രീ. ഷീ ഡെയർ നോട്ട് കട്ട് ദ ട്രീ. ഷീ ഡെയർ നോട്ട്, അവൾ ധൈര്യപ്പെട്ടില്ല, കട്ട് ദ ട്രീ, മരം മുറിക്കുവാൻ. അപ്പോൾ ഇവിടെ ഷീ ഡെയർ നോട്ട് ടു കട്ട് ദ ട്രീ എന്നല്ല നമ്മൾ ഉപയോഗിച്ചത്, അവിടെ ടു ഒഴിവാക്കിയിട്ടുണ്ട്. കട്ട് എന്ന വെർബിന് മുമ്പ് ടു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കട്ട് എന്ന ബെയർ ഇൻഫിനിറ്റീവാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി അടുത്ത് നോക്കൂ, നീഡ് വിത്ത് ഡു. അടുത്തിനി നീഡ് എന്ന വാക്ക് ഡു ഉള്ള സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ഡു, ഇറ്റ് ഹാസ് ദ യൂഷ്വൽ ഫോംസ് നീഡ്സ്, നീഡഡ്, ആൻഡ് ടു ഇൻഫിനിറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് ആൻഡ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ഡു, നീഡ് എന്ന വാക്ക് ഡു ഉള്ള വാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഹാസ് ദ യൂഷ്വൽ ഫോംസ് നീഡ്സ്, നീഡഡ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലറായ നീഡ്സ് ഉപയോഗിക്കാം. അതുപോലെ അതിൻ്റെ പാസ്റ്റ് ടെൻസിൽ നീഡഡ്, നീഡിൻ്റെ കൂടെ ഈടി ചേർത്ത് നീഡഡും ഉപയോഗിക്കാം. മാത്രമല്ല ആൻഡ് ടു ഇൻഫിനിറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് ആൻഡ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. നെഗറ്റീവ് സെൻറ്റൻസുകളിലും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിലും ടു എന്ന ഇൻഫിനിറ്റീവും നീഡിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾസ്, ഡസ് ഹി നീഡ് ടു ഫിനിഷ് ദ വർക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. ഡസ് ഹി നീഡ്, അവന് ആവശ്യമുണ്ടോ, ടു ഫിനിഷ്, അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ തീർക്കുവാൻ, ദ വർക്ക് ബൈ നെക്സ്റ്റ് വീക്ക്, വർക്ക് അടുത്തയാഴ്ച കൊണ്ട് തീർക്കേണ്ട ആവശ്യം അവനുണ്ടോ. അടുത്ത് നോക്കൂ, ഐ ഡോണ്ട് നീഡ് ടു പേ മൈ റൂം റെൻറ്റ് ബിഫോർ ലീവിങ്. ഐ ഡോണ്ട് നീഡ്, എനിക്ക് ആവശ്യമില്ല, ടു പേ, പേ ചെയ്യുവാൻ അല്ലെങ്കിൽ അടയ്ക്കുവാൻ, മൈ റൂം റെൻറ്റ്, എൻ്റെ റൂം വാടക, ബിഫോർ ലീവിങ്, ഞാൻ വിടുന്നതിന് മുമ്പ്, ഞാൻ റൂം വിടുന്നതിന് മുമ്പ് എൻ്റെ റൂം വാടക അടയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്, ഇവിടെ ഡസ് ഹി നീഡ്, ഇപ്പം ഹി വന്നതുകൊണ്ടാണ്, ഹി തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ ഡസ് എന്ന വാക്ക് ഹീയുടെ മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നീഡ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക, അടുത്ത സെൻറ്റൻസിൽ ഐ ഡോണ്ട് നീഡ്, ഇവിടെ ഡു നോട്ട് നീഡ്, ഐ എന്ന വാക്കിന് ശേഷം ആയതുകൊണ്ടാണ് അത് ഡു വന്നത്. അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരുന്നെങ്കിൽ അത് ഡസ് വരുമായിരുന്നു. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ഐ ആയതുകൊണ്ട് അവിടെ ഡോണ്ട് എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. മാത്രമല്ല നീഡിന് ശേഷം ടു എന്ന ഇൻഫിനിറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഫിനിഷ്, തീർക്കാൻ, ടു പേ, അടയ്ക്കാൻ, ഈ രൂപമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഉദാഹരണം ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസാണ്, രണ്ടാമത്തെ ഉദാഹരണം നെഗറ്റീവ് സെൻറ്റൻസുമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നീഡ്സ് എന്ന് വെച്ചാൽ ഡസിൻ്റെ ഫോം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പാസ്റ്റ് ടെൻസ് നീഡഡ് എന്ന രൂപം നമ്മളിവിടെ എഴുതിയിട്ടില്ല, പകരം അത് പ്രസൻറ്റ് ടെൻസിൽ ഡോണ്ട് എന്ന രൂപം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നീഡിന് ശേഷം ടു എന്ന ഇൻഫിനിറ്റീവിൽ ഉള്ള ടു ഫിനിഷ്, ടു പേ എന്നീ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു ഇല്ലാതെ വരുന്ന സെൻറ്റൻസുകളിൽ നീഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. വെൻ നീഡ് ഈസ് യൂസ്ഡ് വിത്തൗട്ട് ഡു, ഡു ഇല്ലാതെ നമ്മൾ നീഡ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഹാസ് നോ എസ് ആൻഡ് ഇ ഡി ഫോംസ്. ആ നീഡ് എന്ന വാക്കിൻ്റെ അവസാനം എസ് അല്ലെങ്കിൽ ഇ ഡിയിൽ അവസാനിക്കുന്ന രൂപം ഉണ്ടാവുകയില്ല. ഇൻ സച്ച് കേസ്, ഈ അവസ്ഥയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ബെയർ ഇൻഫിനിറ്റീവ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ്. അപ്പോൾ ഈ അവസ്ഥയിൽ നീഡിന് ശേഷം ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുക, അതായത് ടു ഇല്ലാതെ വരുന്ന ഒരു വെർബ്, V1 വെർബായിരിക്കും ഉപയോഗിക്കുക. എവിടെ? ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് വാചകങ്ങളിലും. പിന്നെ സെൻറ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ സെമി നെഗറ്റീവ് വേർഡ്സിലേക്ക് സ്കേഴ്സ്ലി ആൻഡ് ഹാർഡ്ലി. സ്കേഴ്സ്ലി വിരളമായി, ഹാർഡ്ലി കഷ്ടിച്ച്, ഇതുപോലെയുള്ള അർത്ഥം വരുന്ന നെഗറ്റീവ് മീനിങ് ഭാഗികമായി തരുന്ന ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന സെൻറ്റൻസുകളിലും
നീഡ് എന്ന വാക്കിന് ശേഷം ഡു ഇല്ലാത്ത സെൻറ്റൻസുകളിൽ നീഡ് എന്ന വാക്കിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾസ്: ഹീ നീഡ് നോട്ട് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ഹീ നീഡ് നോട്ട് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്, അതിൻ്റെ അർത്ഥം അവൻ്റെ ആ തസ്തികയിൽ നിന്ന് രാജിവെക്കേണ്ട ആവശ്യമില്ല. ഹീ നീഡ് നോട്ട് റിസൈൻ, അവൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. ഫ്രം ഹിസ് പോസ്റ്റ്, അവൻ്റെ തസ്തികയിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ ടു എന്ന വാക്ക് ഒഴിവാക്കി ആണ് റിസൈൻ എന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹീ നീഡ് നോട്ട് ടു റിസൈൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ടു എന്ന ഇൻഫിനിറ്റീവ് അവിടെ ഒഴിവാക്കി ബെയർ ഇൻഫിനിറ്റീവാണ്, അതായത് ടു ഇല്ലാത്ത V1 രൂപമായ റിസൈൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. അടുത്തൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണമാണ് അടുത്ത്. നീഡ് ഐ കോൾ ഹെർ സൂൺ. നീഡ് ഐ കോൾ ഹെർ സൂൺ, അവളെ ഉടനെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? എനിക്ക് അവളെ ഉടനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇവിടെ വെർബ് എന്നത് കോളാണ്. ടു കോൾ എന്ന് ഇവിടെ ചേർത്തിട്ടില്ല. നീഡ് ഐ കോൾ ഹെർ സൂൺ, എനിക്ക് അവളെ ഉടനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഐക്ക് ശേഷം വരുന്ന വെർബ് കോളാണ്. ടു കോൾ എന്ന രീതി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ബെയർ ഇൻഫിനിറ്റീവാണ് നീഡിന് ശേഷം ഡു ഇല്ലാത്ത സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ രൂപം സെമി നെഗറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ഭാഗികമായിട്ട് നെഗറ്റീവ് രൂപമുള്ള സ്കേഴ്സ്ലി എന്ന വാക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കേഴ്സ്ലി എന്ന് വെച്ചാൽ വിരളമായി. ദേ സ്കേഴ്സ്ലി നീഡ് ഹെൽപ്പ് ഹെർ. ദേ സ്കേഴ്സ്ലി നീഡ്, അവർക്ക് വിരളമായി മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ. ടു ഹെൽപ്പ് ഹെർ എന്ന് പറയേണ്ടിടത്ത് ടു ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ പറയുന്ന നിയമം വെച്ച് ഈ ഹെൽപ്പിന് മുമ്പിൽ ടു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊരു ബെയർ ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. കാരണം ഇത് ഒരു അർദ്ധ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ദേ സ്കേഴ്സ്ലി നീഡ് ഹെൽപ്പ് ഹെർ എന്ന് വെച്ചാൽ അവർക്ക് വിരളമായിട്ട് മാത്രമേ സഹായിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ തീരെ സഹായിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ സഹായിക്കുക എന്ന വെർബ് ഹെൽപ്പിന് മുമ്പ് ടു എന്ന ഇൻഫിനിറ്റീവ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഡെയർ നോട്ട്, നീഡ് നോട്ട് എന്നീ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഏതാനും സെൻറ്റൻസുകൾ ഇവിടെ പഠിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് ഈ സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ സംശയമുണ്ട് എങ്കിൽ നേരത്തെ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേട്ടതിന് ശേഷം ഇതിൻ്റെ അർത്ഥം എടുക്കുക. ഐ ഡെയർ യു ടു ജമ്പ് ഇൻ ടു ദ സീ. ഐ ഡെയർ യു, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ടു ജമ്പ്, ചാടുവാൻ. ഇൻ ടു ദ സീ, കടലിലേക്ക് ചാടുവാൻ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഡു യു ഡെയർ ടു ചാലഞ്ച് യുവർ പ്രിൻസിപ്പൽ. ഡു യു ഡെയർ, നിനക്ക് ധൈര്യമുണ്ടോ? ടു ചാലഞ്ച്, വെല്ലുവിളിക്കുവാൻ. യുവർ പ്രിൻസിപ്പൽ, നിൻ്റെ പ്രിൻസിപ്പളിനെ വെല്ലുവിളിക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഐ ഡെയർ നോട്ട് സ്പീക്ക് ദ ഫോർബിഡൻ വേർഡ്സ്. ഐ ഡെയർ നോട്ട് സ്പീക്ക്, സംസാരിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ദ ഫോർബിഡൻ വേർഡ്സ്, നിരോധിക്കപ്പെട്ട വാക്കുകൾ സംസാരിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. വിൽ യു ഡെയർ ടു ക്രോസ് ദ ഷേക്കി ബ്രിഡ്ജ്. ആ വിറയ്ക്കുന്ന പാലത്തെ മുറിച്ച് കടക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഹി ഡെയർഡ് ടു ക്വസ്റ്റ്യൻ ദ അതോറിറ്റീസ് ഡിസിഷൻ. അധികാരികളുടെ തീരുമാനം ചോദ്യം ചെയ്യുവാൻ അവൻ ധൈര്യപ്പെട്ടു. അധികാരിയുടെ ഡിസിഷൻ, തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ അവൻ ധൈര്യപ്പെട്ടു. ഇനി നമുക്ക് ഡെയർ നോട്ട് ഉപയോഗിച്ചു കൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വി ഡെയർ നോട്ട് റിവീൽ ദ സീക്രട്ട് ടു എനിവൺ. വി ഡെയർ നോട്ട് റിവീൽ, വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ധൈര്യപ്പെടുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. ദ സീക്രട്ട്, ആ രഹസ്യം. ടു എനിവൺ, ആരോടും ആ രഹസ്യം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ധൈര്യപ്പെടുകയില്ല. ദേ ഡെയർ നോട്ട് ഡിഫൈ ദ കോർട്ട്സ് ഓർഡേഴ്സ്.
കോടതിയുടെ ഉത്തരവുകളെ വെല്ലുവിളിക്കുവാൻ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുവാൻ ഞങ്ങൾ ധൈര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. ഐ ഡെയർ നോട്ട് ആർഗ്യൂ വിത്ത് ദ വൈസ് എൽഡർമാൻ. ആ ബുദ്ധിയുള്ള വൃദ്ധനായ മനുഷ്യനോട് ആർഗ്യൂ ചെയ്യുവാൻ, അതായത് വാദപ്രതിവാദം നടത്തുവാൻ ഞാൻ ധൈര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമില്ല. ദേ ഡെയർ നോട്ട് ട്രസ്പാസ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ വസ്തുവിനെ ട്രസ്പാസ് ചെയ്യുവാൻ, അതിക്രമിച്ച് കടക്കുവാൻ ഞങ്ങൾ ധൈര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. വി ഡെയർ നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഫ്ലഡ്. വെള്ളപ്പൊക്കത്തിൻ്റെ ശക്തി വില കുറച്ച് കാണുവാൻ ഞങ്ങൾ ധൈര്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. ഇനി നമുക്ക് നീഡ് ഉപയോഗിച്ചു കൊണ്ടുള്ള കുറേ സെൻറ്റൻസുകൾ നോക്കാം. ഐ നീഡ് എ കപ്പ് ഓഫ് ടീ ടു സ്റ്റാർട്ട് മൈ ഡേ. ഐ നീഡ് എനിക്ക് ആവശ്യമുണ്ട്. എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ. ടു സ്റ്റാർട്ട് മൈ ഡേ എൻ്റെ ദിവസം തുടങ്ങുവാൻ എനിക്ക് ഒരു കപ്പ് ചായ ആവശ്യമാണ്. ഹീ നീഡ്സ് മോർ ടൈം ടു കംപ്ലീറ്റ് ദിസ് വർക്ക്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ഹീ നീഡ്സ് മോർ ടൈം അവന് കൂടുതൽ സമയം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമാണ്. They need your support in the upcoming election. They need your support. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട്, പിന്തുണ ആവശ്യമുണ്ട്. ഇൻ ദ അപ്കമിങ് ഇലക്ഷൻ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. ഷീ നീഡ്സ് എ ബ്രേക്ക് ഫ്രം ഹെർ വർക്ക്. ഷീ നീഡ്സ് എ ബ്രേക്ക് അവൾക്കൊരു ഇടവേള ആവശ്യമുണ്ട്. ഫ്രം ഹെർ വർക്ക് അവളുടെ ജോലിയിൽ നിന്ന് അവൾക്കൊരു ഇടവേള ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമാണ്. I need more information before making a decision. I need more information. എനിക്ക് കൂടുതൽ അറിവ് ആവശ്യമാണ്. ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. ഇനി നീഡ് നോട്ട് ഉപയോഗിച്ചു കൊണ്ടുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. യു നീഡ് നോട്ട് മേക്ക് എ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി. ടേക്ക് സം ടൈം ടു തിങ്ക്. യു നീഡ് നോട്ട് മേക്ക് എ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ടേക്ക് സം ടൈം ടു തിങ്ക്. ചിന്തിക്കുവാൻ കുറച്ചുകൂടി സമയമെടുക്കുക. യു നീഡ് നോട്ട് ബ്രിങ് എനിത്തിങ് ടു ദ വെഡ്ഡിങ്. ജസ്റ്റ് യുവർ പ്രസൻസ് ഈസ് ഇനഫ്. യു നീഡ് നോട്ട് ബ്രിങ് എനിത്തിങ് ടു ദ വെഡ്ഡിങ്. വിവാഹത്തിന് നിങ്ങൾ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യുവർ പ്രസൻസ് ഈസ് ഇനഫ്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ധാരാളമാണ്. വി നീഡ് നോട്ട് റഷ്. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് ടൈം ടു കംപ്ലീറ്റ് അവർ പ്രോജക്റ്റ്. വി നീഡ് നോട്ട് റഷ്. ഞങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ ധൃതി കൂട്ടേണ്ടതില്ല. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് ടൈം. ധാരാളം സമയമുണ്ട്. ടു കംപ്ലീറ്റ് അവർ പ്രോജക്റ്റ്. നമ്മുടെ പദ്ധതി പൂർത്തീകരിക്കുവാൻ. അടുത്ത് ഐ നീഡ് നോട്ട് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് എക്സർസൈസ്. എവരി വൺ നോസ് ഇറ്റ്സ് വർത്ത്. ഐ നീഡ് നോട്ട് എംഫസൈസ്. ഞാൻ ഊന്നിപ്പറയേണ്ട ആവശ്യമില്ല. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് എക്സർസൈസ്. വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. എവരി വൺ നോസ്. ഓരോരുത്തർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് വർത്ത്. അതിൻ്റെ മൂല്യം.